അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ മെക്കാനിസം ആണ്. അതായത് SN1 മെക്കാനിസം. SN1 റിയാക്ഷൻസ് സാധാരണയായിട്ട് നടക്കുന്നത് പോളാർ പ്രോട്ടിക് സോൾവൻസിലാണ്. എന്താണ് ഈ പോളാർ പ്രോട്ടിക് സോൾവൻസ്? വാട്ടർ, അസിറ്റിക് ആസിഡ്, ആൽക്കഹോൾ തുടങ്ങിയ സോൾവൻസിനെയാണ് പോളാർ പ്രോട്ടിക് സോൾവൻസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മെക്കാനിസം പഠിക്കുന്നതിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ടേർഷ്യറി ഹാലൈഡ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടേർഷ്യറി ഹാലൈഡ് ആയിട്ടുള്ള 3-bromo-2-methyl propane എടുത്തിരിക്കുന്നു. ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിലേക്ക് OH- എന്ന ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുക? ന്യൂക്ലിയോഫൈൽ ഈ ബ്രോമിൻ ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു അല്ലേ? അതായത് ബ്രോമിൻ മാറി അവിടെ ആര് വന്നു? OH ഗ്രൂപ്പ് വന്നു. അതോടൊപ്പം തന്നെ Br- അയോണ് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് 2-bromo-2-methyl propane എന്ന് പറയുന്ന റിയാക്റ്റൻറ്റ് OH- എന്ന ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് 2-methyl propane 2-ol എന്ന കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ ഒരു യൂണിമോളിക്കുലാർ റിയാക്ഷന് ഉദാഹരണമാണ്. ഈ റിയാക്ഷൻ്റെ നടക്കുന്നത് പ്രധാനമായിട്ടും 2 സ്റ്റെപ്പുകളിലാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ പോളറൈസ്ഡ് CBr ബോണ്ട് അണ്ടർഗോ ക്ലീവേജ് ആൻഡ് പ്രൊഡ്യൂസ് എ കാർബോകാറ്റയോൺ ആൻഡ് ബ്രോമൈഡ് അയോൺ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഹാലോ ആൽക്കെയിനിൽ കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ട് വളരെ പതുക്കെ ക്ലീവ് ചെയ്യുന്നു. വളരെ സ്ലോ ക്ലീവേജ് ആണ് നടക്കുന്നത്. ക്ലീവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ Cയും Br-ഉം തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും നമുക്കൊരു കാർബോകാറ്റയോണും അതോടൊപ്പം തന്നെ Br- അയോണും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾ കാണാം. ദിസ് സ്റ്റെപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ? രണ്ട് ഹെഡ് കണ്ടല്ലോ, ഫോർവേഡ് റിയാക്ഷനുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനുണ്ട്. മാത്രവുമല്ല ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദിസ് റിയാക്ഷൻ. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള കാർബോകാറ്റയോൺ രണ്ടാമത്തെ സ്റ്റെപ്പിൽ OH- എന്ന ന്യൂക്ലിയോഫൈലുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്താണ് ഈ കാർബോകാറ്റയോൺ? ഇവിടെ കാർബൺ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്പീഷീസിനെ കാർബോകാറ്റയോൺ എന്ന് വിളിക്കുക. ഈ കാർബോകാറ്റയോൺ OH- എന്ന ന്യൂക്ലിയോഫൈലുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? OH- ഈ കാർബോകാറ്റയോണിലേക്ക് ഒരു OH ബോണ്ട് കൂടെ ഫോം ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് CH3 thrice COH അല്ലെങ്കിൽ 2-methyl propane 2-ol എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻസ് സാധാരണയായിട്ട് നടക്കുന്നത് 2 സ്റ്റെപ്പിലാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ദ അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ ടു ദ കാർബോകാറ്റയോൺ. ഇങ്ങനെ 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ വി വിൽ കൺസിഡർ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ? ഇവിടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദ റിയാക്റ്റൻറ്റ് മോളിക്യൂൾ. ദാറ്റ് ഈസ് ഇവിടെയാണെങ്കിൽ 2-bromo-2-methyl propane എന്ന റിയാക്റ്റൻറ്റ് മോളിക്യൂളിനെ മാത്രമേ ഇത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഇതിന് SN1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? S represents substitution, N represents nucleophilic, 1 represents unimolecular. എന്താണ് യൂണിമോളിക്കുലാർ എന്ന് പറയുന്നത്? ഈ ഒരു റിയാക്ഷൻസിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു യൂണിറ്റി or order is equal to 1. That is, in this kind of reactions, order only depend upon the reactant concentration. അതുകൊണ്ട് തന്നെ ഇത്തരം യൂണിമോളിക്കുലാർ റിയാക്ഷൻസ് എല്ലാം തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻസിൽ കാർബോകാറ്റയോൺസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കാർബോകാറ്റയോൺ ഫോം ചെയ്യുകയാണ് ഇത്തരം റിയാക്ഷനുകൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലതരം ആൽക്കൈൽ ഹാലൈഡുകളെ പറ്റി പറയുമ്പോൾ ഏത് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും SN1 റിയാക്ഷൻ കൂടുതലായിട്ട് കാണിക്കുക? അത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേർഷ്യറി ആണോ എന്നെല്ലാം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു കാര്യം അറിയണം. ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ
greater will be its ease of formation from alkyl halide and faster will be the rate of the reaction. അതായത് ഏത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണോ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള കാർബോകാറ്റയോൺ ഏതാണോ അത്തരം കാർബോകാറ്റയോൺസ് ആണ് വളരെ അധികം ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ റേറ്റിൽ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാം ടെർഷ്യറി കാർബോകാറ്റയോൺസ് ആണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ടെർഷ്യറി കാർബോകാറ്റയോൺ ഫോം ചെയ്യുക ഏത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ്? ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ടെർഷ്യറി കാർബോകാറ്റയോൺസ് ആണ് കൂടുതൽ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് കൂടുതലായിട്ടും SN1 മെക്കാനിസമാണ് കാണിക്കുന്നത്. ദ ഫോർമേഷൻ ഓഫ് ടെർഷ്യറി കാർബോകാറ്റയോൺ. ടെർഷ്യറി കാർബോകാറ്റയോൺ ഹൈലി സ്റ്റേബിൾ ആണ് എന്ന് പ്രത്യേകം ഓർക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ടുവേർഡ്സ് SN1 റിയാക്ഷൻ? SN1 റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ടെർഷ്യറി ഹാലൈഡ്, ദെൻ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ദെൻ പ്രൈമറി, ദെൻ മീഥൈൽ ഹാലൈഡ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് SN1 മെക്കാനിസവും SN2 മെക്കാനിസവും ആൽക്കൈൽ ഹാലൈഡിന് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഹാലോ ആൽക്കെയിൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ കാണിക്കുന്ന രണ്ട് മെക്കാനിസംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, SN2 മെക്കാനിസവും SN1 മെക്കാനിസവും. എന്നാൽ അല്ലിലിക് ഹാലൈഡുകളും ബെൻസിലിക് ഹാലൈഡുകളും എന്ത് തരം മെക്കാനിസം ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക? അല്ലിലിക് ആൻഡ് ബെൻസിലിക് ഹാലൈഡ്സ് ഹാവ് ഹൈ റിയാക്ടിവിറ്റി or high tendency to show the SN1 reaction. അല്ലിലിക് ഹാലൈഡുകളും ബെൻസിലിക് ഹാലൈഡുകളും സാധാരണയായിട്ട് SN1 റിയാക്ഷൻ വഴിയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അല്ലിലിക് ഹാലൈഡിൽ നിന്നും ബെൻസിലിക് ഹാലൈഡിൽ നിന്നും ഉണ്ടാകുന്ന കാർബോകാറ്റയോണുകളെ റെസൊണൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് കാർബോകാറ്റയോൺസ് ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ് ബൈ ഓർ ത്രൂ റെസൊണൻസ്. അപ്പോൾ ഇങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലിലിക് ഹാലൈഡും ബെൻസിലിക് ഹാലൈഡും സാധാരണയായിട്ട് SN1 മെക്കാനിസമാണ് കാണിക്കുക. ഇതിന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് കാണാം. ആദ്യത്തേത് ഒരു അല്ലിലിക് ഹാലൈഡാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ മറ്റൊരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോടാണ് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു അല്ലിലിക് ഹാലൈഡാണ്. ഈ അല്ലിലിക് ഹാലൈഡിൽ നിന്നും ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് അല്ലിലിക് ഹാലൈഡ് റിവേഴ്സിബിളി ഗിവ്സ് ദിസ് കാർബോകാറ്റയോൺ. ഈ കാർബോകാറ്റയോണിൽ കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കത് വിളിക്കാം കാർബോകാറ്റയോൺ എന്ന് വിളിക്കാം. ഇത്തരത്തിൽ ഉള്ള അല്ലിലിക് കാർബോകാറ്റയോണിനെ രണ്ട് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വഴി റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ കാർബണിനുള്ള പോസിറ്റീവ് ചാർജും തൊട്ടിപ്പുറത്തെ കാർബണിനുള്ള ഡബിൾ ബോണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഇൻ്റർചേഞ്ചിങ് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ട്രക്ചേഴ്സും അല്ലിലിക് കാർബോകാറ്റയോണിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ കാർബോകാറ്റയോൺ ഏത് മെക്കാനിസത്തിനോടാണ് കൂടുതൽ അടുപ്പമുള്ളത്? SN1 മെക്കാനിസത്തോട് അല്ലേ? അതുകൊണ്ട് തന്നെ അല്ലിലിക് ഹാലൈഡ് ഷോസ് SN1 റിയാക്ഷൻ. മറ്റൊരു ഉദാഹരണം നോക്കൂ, ബെൻസിലിക് ഹാലൈഡ്. എന്താണ് ബെൻസിലിക് ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു എ ആരോമാറ്റിക് റിംഗ് ഓർ ബെൻസീൻ റിംഗ്. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെൻസീൻ റിംഗ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്തരം ഹാലൈഡുകളെയാണ് ബെൻസിലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ബെൻസിലിക് ഹാലൈഡിൽ നിന്നും ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത്? ഈ കാർബണും ഈ ക്ലോറിൻ ആറ്റവും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അതിനുശേഷം ഉണ്ടാകുന്ന കാർബോകാറ്റയോണിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ബെൻസിലിക് കാർബോകാറ്റയോൺ എന്ന് വിളിക്കാം. ഈ ബെൻസിലിക് കാർബോകാറ്റയോണിനെയും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഇവിടെ ഡബിൾ ബോണ്ട്, ഈ റിങ്ങിലുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടുകൾ തൊട്ടടുത്ത പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും പിന്നീട് ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജുകളിലേക്ക് വീണ്ടും ഈ പൈ ഇലക്ട്രോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് 4 ഡിഫറെൻറ്റ് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനാൽ SN1 മെക്കാനിസം ഫോളോ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 2 ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് അല്ലിലിക് ഹാലൈഡും ബെൻസിലിക് ഹാലൈഡും എന്ന് മനസ്സിലാക്കാം.
ഒരു ആൽക്കൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് SN1 ആണോ SN2 ആണോ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ പലതരം ആൽക്കൈൽ ഹാലൈഡ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ, ഉദാഹരണമായിട്ട് മീഥൈൽ ഹാലൈഡ്, പ്രൈമറി ഹാലൈഡ്, സെക്കൻഡറി ഹാലൈഡ്, ടേർഷ്യറി ഹാലൈഡ്സ് എന്നിവയെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ SN1 റിയാക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ SN2 റിയാക്ഷൻ കാണിക്കുക? ആ ഒരു ഓർഡറാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. വെൻ വി ആർ കൺസിഡറിങ് ദ SN2 റിയാക്ഷൻ, ദ മീഥൈൽ ഹാലൈഡ് ഈസ് മോർ പ്രിഡോമിനൻറ്റ് ദാൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ദെൻ ടേർഷ്യറി. അപ്പോൾ SN2 മെക്കാനിസം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആരാണ്? ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് കാണിക്കുന്നത് ആരാണ്? മീഥൈൽ ഹാലൈഡ് ആണ്. എപ്പോഴും ഓർക്കണം, മീഥൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ അതിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് തീരെയില്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫൈലിന് വളരെ എളുപ്പത്തിൽ കാർബണുമായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ SN1 റിയാക്ഷൻ ആണെങ്കിലോ, SN1 റിയാക്ഷൻ ഈസ് മോർ പ്രിഡോമിനൻ്റ് ഇൻ ടേർഷ്യറി ഹാലൈഡ് ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി ദാൻ മീഥൈൽ ഹാലൈഡ്. കാരണം എന്താണ്? ടേർഷ്യറി ഹാലൈഡിൻ്റെ കാർബോകാറ്റയോൺ, അതായത് ടേർഷ്യറി കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ SN1 മെക്കാനിസവും SN2 മെക്കാനിസത്തിനും റിലേറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡുകളുടെ റിയാക്ടിവിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഒരേ ആൽക്കൈൽ ഹാലൈഡിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ ആൽക്കൈൽ ഗ്രൂപ്പുള്ള പല ഹാലജൻ ആറ്റംസ് ഉള്ള ആൽക്കൈൽ ഹാലൈഡ്സിനെ കൺസിഡർ ചെയ്താൽ, RI, RBr, RCl, RF എന്നിവയൊക്കെ കൺസിഡർ ചെയ്താൽ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട്, ഹാലജനാറ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് റിയാക്ടിവിറ്റി കൂടുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു അല്ലേ? ഇത് SN1 മെക്കാനിസം ആണെങ്കിലും SN2 മെക്കാനിസം ആണെങ്കിലും ഇവിടെ റിയാക്ടിവിറ്റി ഈ ഒരു സെയിം ഓർഡറിൽ തന്നെയായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് for a given alkyl group, the reactivity of the halide follows the same order in SN1 and SN2 mechanism. The order is RI is greater than, RBr is greater than, RCl is greater than RF.